ബാക്ക് സ്റ്റോറിയിൽ ഇന്ന് നമുക്കൊപ്പം ശ്രീ ബിജിപാൽ. വിജയേട്ടാ, ഇത് വലിയ സന്തോഷം. ബാക്ക് സ്റ്റോറി കഥ പറച്ചിലാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ മുഖവരകളോ ഒന്നുമില്ല. 2007 സിനിമയിൽ വരുന്നത്. അപ്പോൾ 15 വർഷം സിനിമയിൽ നിന്നിട്ടുണ്ട്. പൊതുവെ അന്തർമുഖനായ, അങ്ങനെ വലിയ സിനിമയുടേതായ സർക്കിളുകളിലേക്കൊന്നും അങ്ങനെ പോവാത്ത ഒരാൾക്ക് ഈ 15 വർഷം എത്ര ടഫായിരുന്നു ഓർ എത്ര എളുപ്പമായിരുന്നു? ഇത് മൂന്നും ഞാൻ കറക്റ്റായിട്ട് ചിന്തിച്ചിട്ടില്ല. അതൊരു സിനിമയുടെ സർക്കിളിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചിന്തിച്ചിട്ടില്ല. പിന്നെ ടഫും ഈസിയും ഒന്നും അങ്ങനെ ചിന്തിച്ചില്ല. കാരണം ഇത് ഒരു നമ്മളുടെ പിന്നിൽ ഈ ചാൻസുകൾക്കുള്ള ശ്രമം ഇതുവരെ ഉണ്ടായിട്ടില്ല. ആദ്യത്തെ സിനിമയിൽ പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെപ്പോഴും ഈസി ആയിരിക്കുമല്ലോ, ഈസി ആയിരിക്കണമല്ലോ. അതുകൊണ്ട് ടഫല്ല, ഒരിക്കലും ടഫായിട്ടില്ല സിനിമ. നമുക്ക് ഒരു നഷ്ടബോധം അത് ഇല്ലെങ്കിൽ ഇല്ലായിരുന്നു, നന്നായനെ, ഉണ്ടായിരുന്നെങ്കിൽ നന്നായനെ, അത് ഞാൻ ചെയ്യേണ്ടതായിരുന്നു, ഇങ്ങനെയൊന്നുള്ളൊരു പരിപാടിയേ ഇല്ല. കാരണം ചെയ്തതെല്ലാം ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു അനുകൂലമായിട്ട് വന്നു എന്നുള്ളത് മാത്രമാണ് അതിനകത്ത് പറയാനുള്ളത്. സിനിമ എപ്പോഴും ഒരു ബഹളത്തിൻ്റെ ഒക്കെ ലോകമായിട്ടാണ് നമ്മളെപ്പോഴും സിനിമയെ കാണാറുള്ളത്. പക്ഷേ ബിജിയേട്ടനെ പരിചയപ്പെട്ടിട്ടുള്ളവരും അടുത്തറിയുന്നവരും ഒക്കെ വളരെ ശാന്തനായ, എപ്പോഴും ഒരു പീസ്ഫുൾ ആയ ഒരാളായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ആഗ്രഹമാണ് അത് വളരെ ബോധപൂർവം എഫേർട്ട് എടുത്തിട്ട് അങ്ങനെ. എഫേർട്ടൊന്നുമല്ല, അത് നമ്മൾ കൂടുതൽ ലൗഡ് അല്ല. ഞാൻ പണ്ട് തൊട്ടേ ഒരുപാട് ലൗഡൊന്നുമില്ല. അപ്പോൾ പ്രത്യക്ഷത്തിൽ പുറത്തങ്ങനെ കാണപ്പെടുന്നതാണെന്ന് തോന്നുന്നു. അല്ലാണ്ട് അങ്ങനെ ശാന്ത ഗംഭീരനായ ഒരാളായിട്ട് അല്ലെന്ന് തോന്നുന്നു. ഒരു മടിയും ഈ അന്തർമുഖത്വം നേരത്തെ പറഞ്ഞാൽ അതൊക്കെ കാരണം അങ്ങനെ തോന്നണമായിരിക്കും. പൊതുവെ എന്നെ ഒരുപാട് അറിയുന്നവർക്ക് ആ ഒരു അഭിപ്രായം ഉണ്ടാകാൻ സാധ്യതയില്ല. ഈ ഒരുപാട് ശാന്തനാണെന്നുള്ളൊരു അഭിപ്രായം ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷെ അത് പറഞ്ഞ പോലെ ഒരു ഇൻഹിബിഷൻ എന്ന് പറയുന്നൊരു പരിപാടി, അതിൻ്റെ വാക്കെന്താണെന്ന് അറിയില്ല കൃത്യമായിട്ട്. പിന്നെ അതിനോട് കൂടുതൽ ഈ പറഞ്ഞ പോലെ വളരെ ഇൻറ്റിമേറ്റ് സർക്കിൾസിലിരിക്കാനാണ് കൂടുതൽ കംഫർട്ടബിൾ ഞാൻ എപ്പോഴും. അത് സിനിമയിൽ എത്രത്തോളം സാധ്യമാണ് നമ്മുടെ ഒരു സർക്കിളിൻ്റെ അകത്ത് നിൽക്കുക? സിനിമ സർക്കിളുകൾ താൽക്കാലികമാണല്ലോ. എപ്പോഴും നമുക്ക് കമ്പാനിയൻസിനെ സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഒരു വർക്കുമായിട്ട് ചേർന്നിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും വളരെ വാമായിട്ടുള്ള കുറേ ഡിസ്കഷൻസും വളരെ രസകരമായിട്ടുള്ള എന്നും ഓർത്തു വയ്ക്കപ്പെടുമെന്ന് നമ്മൾ അപ്പോൾ കരുതുന്ന ഒരുപാട് മൊമെൻറ്റ്സൊക്കെ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ പിന്നീടത് ചിലപ്പോൾ അത് വിസ്മരിക്കപ്പെടുകയും, അതുകൊണ്ട് താൽക്കാലികമാണ്. കാരണം സിനിമ ഇറ്റ്സ് ഓൾ അബൌട്ട് അതിൻ്റെ ഒരു വല്ലാത്തൊരു ഒപ്റ്റിമിസ്റ്റിക് ഫെയ്റ്റിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നൊരു ലോകമാണല്ലോ സിനിമ. അപ്പോൾ അവിടെ ഒരാൾ എന്തുമാത്രം അഭികാമ്യമാണെന്ന് ഓരോ സമയവും മാറ്റി എഴുതപ്പെടും. അതൊരു സിനിമയുടെ ഒരു അനിവാര്യതയാണ്. അതുകൊണ്ട് വളരെ പെർമനൻ്റ് ആയിട്ടുള്ള അങ്ങനെ ഒരു സർക്കിളുകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ സർക്കിളുകൾ ഇല്ലാണ്ടിരിക്കുമ്പോഴും നമ്മുടെ മ്യൂസിക്കിനെ നമ്മൾ തന്നെ കൃത്യമായി ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുമല്ലോ, എൻ്റെ മ്യൂസിക് ഇങ്ങനെയാണ്. അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ തന്നെ ആയിരിക്കോളന്നില്ല സിനിമയിൽ വരുന്നത്, അല്ലേ? നമ്മുടെ മുന്നിലേക്ക് വരുന്ന ആവശ്യങ്ങൾ അങ്ങനത്തെ ആവണമെന്നില്ലല്ലോ. അതിലെങ്ങനെയാണ് ഒരു കോംപ്രമൈസ് ഒക്കെ വരുത്തേണ്ടി വരാറുണ്ടോ? കോംപ്രമൈസുകളുടെ ലോകം തന്നെയാണ് സിനിമ. പിടിവാശികൾക്ക് സ്ഥാനം വളരെ കുറവാണ്. പിന്നെ നമ്മളുടെ ഒരു ക്രിയേഷൻ എന്ന് പറയുന്നത് ബേസിക് തോട്ട് മുതൽ ക്രിയേഷൻ ഉണ്ടാവുമല്ലോ. ഈ ബേസിക് തോട്ട് എന്ന് പറഞ്ഞത് നമുക്ക് സിനിമയിൽ അവകാശപ്പെടാൻ പറ്റുകയുമില്ല. ഒരു പാട്ടായാലും മറ്റ് സൗണ്ട് ട്രാക്കുകളൊക്കെ ആണെങ്കിലും നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യപ്പെട്ടുള്ള സിറ്റുവേഷന് വേണ്ടിയാണല്ലോ നമ്മൾ വർക്ക് ചെയ്യുന്നത്. അത് ചിലപ്പോൾ നമുക്ക് സ്വീകാര്യമല്ലാത്തതാകാം, ബലഹീനമാകാം, വളരെ ഇൻസ്പയറിങ് ആകാം. എന്തോരം ഇൻസ്പയറിങ്ങും എന്തോരം കൺസ്ട്രക്റ്റീവും ആണെങ്കിൽ പോലും അതൊരു നിശ്ചിത ചട്ടക്കൂടാണ്. അപ്പം അതിൻ്റെ പരിമിതിയുണ്ട്. പരിമിതികൾ എപ്പോഴും ആർട്ടിന് ഗുണവും ചെയ്യും. പരിമിതികളാണ് ആർട്ടിൻ്റെ സൗന്ദര്യം പലപ്പോഴും. അപ്പോൾ അത് നമ്മളെങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു എന്നുള്ളത് ഒരു രസകരമായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അവിടെ നമുക്ക് സന്തോഷം കിട്ടാൻ എന്താ ചെയ്യുക? അതായത് ഇത് പരിമിതികൾക്കകത്ത് നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമുക്ക് നമ്മളെ തന്നെ തൃപ്തിപ്പെടുത്തേണ്ടിയും വരുമല്ലോ. അപ്പോൾ അവിടെ സന്തോഷം കണ്ടെത്താൻ വിജയേട്ടൻ എന്താണ് ചെയ്യാറുള്ളത്? ആർട്ടിന് പരിമിതികൾ വേണമെന്ന് നേരത്തെ ഞാൻ പറഞ്ഞതാണ്. നമുക്ക് പരിമിതികൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു കാര്യം മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ അപരിമേയത എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഒരു ഡെസ്റ്റിനി ഫിക്സ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ടല്ലോ. ഒരു കാര്യം നമ്മളിൽ ഏൽപ്പിക്കുമ്പോൾ അത് ആർട്ടിസ്റ്റിക് ആവുമ്പോൾ കുറച്ചും കൂടി
രസകരം, നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള പണിയായതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടും. അത് മറ്റൊരാളുടെ ആഗ്രഹത്തെ മീറ്റ് ചെയ്താൽ കൂടുതൽ സന്തോഷം. പിന്നെ ദ വേ ടു സാറ്റിസ്ഫൈ എന്ന് പറയുന്നത് നല്ലതാണെങ്കിൽ അതിലേറെ സന്തോഷം. അതല്ല വളരെ നമുക്ക് എങ്ങനെയെങ്കിലും സന്തോഷിപ്പിക്കുക എന്ന് പറയുന്ന ഇടത്ത് നമുക്ക് ഒരുപാട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഒരു 15 വർഷം തീർത്തും സാറ്റിസ്ഫൈങ് ആണോ, ഓർ വേണ്ട രീതിയിൽ സ്വയം എക്സ്പ്ലോർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഉള്ളിൽ തോന്നുന്നുണ്ടോ? അല്ല, സ്വയം എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ഉണ്ടല്ലോ. സിനിമയിൽ സ്വയം എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു പരിധി വരെ നടക്കും എന്നേ ഉള്ളൂ. അതിന് ഒരുപാട് പേരുടെ കൺസെൻറ്റുകൾ വേണം, ഒരുപാട് പേരുടെ നമ്മളോടുള്ള ഒരു പോസിറ്റീവ് ആഭിമുഖ്യം വേണം. നമുക്ക് തന്നിട്ടുള്ള ഒരു അസൈൻമെൻറ്റ് കറക്റ്റായിട്ട് ആർട്ടിസ്റ്റിക്കലി സമീപിക്കാൻ നമുക്ക് പറ്റുമോ എന്നുള്ള പരിശോധനയാണ്. പൂർണ്ണമായിട്ടും നമുക്ക് പറ്റാനും സാധ്യതയില്ല. സിനിമകൾ പല നിലവാരത്തിലും പല തരത്തിലുള്ള സിനിമകളാണ് അല്ലേ വരുന്നത്, നമുക്ക് തന്നെ വരുന്നത്. പലപ്പോഴും നമ്മൾക്ക് സമീപിക്കാൻ ചിലപ്പോൾ അത്രയ്ക്ക് കേപ്പബിൾ അല്ലാത്ത ജോണേഴ്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് കുറേ കഴിഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ അയ്യേ എന്താ ചെയ്തു വെച്ചേക്കണേന്ന് തോന്നും, അങ്ങനെ തോന്നും. അങ്ങനെയൊക്കെ സംഭവിക്കും സിനിമയിൽ. പക്ഷെ ആ ഒരു സമയത്തെ നമ്മളുടെ തോട്ട് ആണ് കൂടുതൽ സിനിമയിൽ ഇത് ചെയ്യുക. പക്ഷേ പിന്നീട് ആലോചിക്കുമ്പോൾ കുറച്ചും കൂടി നന്നാക്കാമായിരുന്നൊക്കെ തോന്നിയേക്കാവുന്ന ക്രിയേഷൻസ് തന്നെയാണ് സിനിമയിൽ സംഭവിക്കുക. കാരണം നിശ്ചിത സമയം, നിശ്ചിത ഈ പറഞ്ഞ പോലെ കൂട്ടുകെട്ട്, ഇൻട്രാക്ഷൻസിൻ്റെ ക്വാളിറ്റിയൊക്കെ ഇതിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഏതെങ്കിലും പ്രത്യേക കൂട്ടുകെട്ടിലെത്തുമ്പോൾ കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നാണ്. ഇപ്പോൾ റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് വിജയേട്ടൻ്റെ മ്യൂസിക് വരുമ്പോൾ എപ്പോഴും തോന്നിയിട്ടുണ്ട് അതിനൊരു വേറൊരു ബ്യൂട്ടി വരാറുണ്ട്. അങ്ങനെ ചില വരികളോട് ചില വ്യക്തികളോട് ചേർന്നിരിക്കുമ്പോൾ കുറച്ചും കൂടെ. പൊതുവേ എനിക്ക് ലിറിക് റൈറ്റേഴ്സുമായിട്ടിരിക്കുന്നത് ഇഷ്ടമാണ്. ലിറിക് റൈറ്റേഴ്സുമായിട്ടിരിക്കുന്നത് എന്തോ ഈ പറഞ്ഞ പോലെ ഒരു അപ്പനപ്പൂപ്പന്മാരായിട്ടുള്ള എന്തായാലും ഉജ്ജന്മ എന്നൊക്കെ പറയുന്ന ആ പരിപാടി ഫീൽ ചെയ്യാറുണ്ട് നമ്മൾ. കാരണം ഒരുപാട് കോമൺ ആയിട്ട് ഷെയർ ചെയ്യാനുണ്ടാവും. കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്നതോടൊപ്പം തന്നെ കോമൺ ആയിട്ട് നമ്മൾക്ക് അറിയേണ്ട കാര്യങ്ങൾ, പക്ഷെ നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ചില കാര്യങ്ങൾ നമുക്ക് കിട്ടും അല്ലേ. എഴുത്തും സംഗീതവും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണല്ലോ. ഒരുപക്ഷെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ പിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും ബന്ധമാണല്ലോ. പക്ഷെ എന്നാൽ പോലും ഒരുപക്ഷെ സംഗീതത്തിന് എത്രത്തോളം രചനയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ രചയിതാവ് എത്രത്തോളം സംഗീതത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവും, എല്ലാം ഇങ്ങനെ അത്ഭുതത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുള്ളതല്ലാതെ എന്താ അതിൻ്റെ ഒരു മ്യൂച്വൽ ആയിട്ട് അവരെങ്ങനെയാണ് കോ എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് ആലോചിച്ചാൽ രസമായിട്ടുള്ള പരിപാടി അത് ഡിസ്കസ് ചെയ്യും. പിന്നെ എഴുത്തുകാരെ കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് സബ്ജക്ട്സ് ഉണ്ടാവുമല്ലോ അവരുടെ. മ്യൂസിക്കോ പാട്ടോ മാത്രമായിരിക്കില്ല, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരാണല്ലോ പാട്ട് എഴുതുന്ന ആൾക്കാർ. അപ്പം അങ്ങനെ എനിക്കിഷ്ടമാണ്. അത് ഏറ്റവും കൂടുതൽ വർക്കാവാറുള്ളത് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയില്ല. ഞാൻ പൊതുവെ ഇപ്പോൾ ഒരുപാട് എഴുതിയിട്ടുള്ളത് റഫീഖ് ഏട്ടനും സന്തോഷ് വർമ്മയും ഹരിനാരായണനും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ള 3 പേര്. സത്യം പറഞ്ഞാൽ 3 പേരും അവരുടേതായിട്ടുള്ള രീതിയിൽ വളരെ രസകരമായിട്ടുള്ള ആൾക്കാരാണ്. ഈണങ്ങൾക്ക് എപ്പോഴും നമ്മൾ പൊതുവെ കാണാറുള്ളത് ഒരു ട്രെൻഡ് ഉണ്ട്, ഒരു ഫോർമുല ഉണ്ടാവും. പക്ഷെ ബിജേട്ടൻ്റെ ഈണങ്ങളൊന്നും അങ്ങനെയല്ല. ഒരു പക്ഷേ അത് ഇറങ്ങിയ കാലത്തേക്കാൾ കൂടുതൽ അത് സ്ഥിരമായി പാടി നടക്കുകയും വീണ്ടും റീക്രിയേറ്റ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്നത് കുറച്ചും കൂടെ ഒക്കെ കഴിഞ്ഞിട്ടാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈണങ്ങൾ ഉണ്ടാക്കുമ്പോഴും അങ്ങനെ അതിനൊരു അത് നിലനിൽക്കുന്നതാവണം എന്നുള്ള തരത്തിൽ എന്തെങ്കിലും അതിലേക്ക് ചേർക്കാറുണ്ടോ? ചേർക്കാറില്ല. പക്ഷെ പലപ്പോഴും ഈ ആവശ്യങ്ങൾ ഇപ്പോൾ ഭാഗ്യവശാൽ ഇപ്പോൾ എന്നെ തിരഞ്ഞു വരുന്ന സംവിധായകർ അറബിക് കഥ എന്നുള്ള ആദ്യത്തെ ഇങ്ങനെ പേര് എഴുതി കിടക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ളവരാണ് കൂടുതൽ സമീപിക്കുന്നത്. അപ്പോൾ ഒരു യൂസ് ആൻഡ് ത്രോ പാട്ടുകൾക്ക് അങ്ങനത്തെ ഒരു രീതിയിൽ സമീപിക്കുന്നവർ കുറവാണ്. ഉണ്ടാവും, ഇല്ലെന്നല്ല, പക്ഷേ കുറവാണ്. പക്ഷേ കുറച്ചും കൂടി എനിക്ക് നല്ലൊരു പാട്ട് വേണം എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ സന്തോഷമാണ്. നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നല്ല പാട്ടുകൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നത്. അതിപ്പോൾ എല്ലാവരും അങ്ങനെ ഒരു രീതിയിൽ പാട്ടുകൾ ചെയ്താൽ ആ ഒരു ഇത് അങ്ങനെ ഉണ്ടാകാവുന്നേ ഉള്ളൂ. ക്ലാസിക്കുകൾ അങ്ങനെയല്ല. പക്ഷേ കുറച്ചും കൂടി സസ്റ്റൈനബിലിറ്റി കിട്ടുന്ന പാട്ടുകൾ ചെയ്യാനാണ് എനിക്കിഷ്ടം പൊതുവെ. അത് ചെയ്യുമ്പോൾ മനസ്സിലാവാറുണ്ടോ ഇത് നിലനിൽക്കും, അല്ലെങ്കിൽ ഇത് നമ്മൾ വിചാരിച്ച പോലെ
പോയില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ എക്സ്പീരിയൻസ്. വിചാരിച്ച പോലെ പോയില്ല എന്ന് വരുന്ന ഒരു പിടിപ്പാട്ടുകളുണ്ട്. പക്ഷെ ശാശ്വതമായിട്ട് നിൽക്കുമെന്നോ അങ്ങനെ ഒരുപാട് അങ്ങനെ ചിന്തിക്കാറില്ല സത്യം പറഞ്ഞാൽ. അത് പലപ്പോഴും ചില പാട്ടുകൾ ചെയ്യുമ്പോൾ നമ്മൾ അമിതമായിട്ട് ചെറുതായിട്ട് വക്രീകരിച്ച് പോകും, കുറച്ച് കോംപ്ലക്സ് ഒക്കെ ആയി പോകും. അത് മുന്നിലൊരു ലിസണറിനെ കാണാതെ ചെയ്യുന്നതുകൊണ്ടാണ് പലപ്പോഴും. സിറ്റുവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതുമായിട്ട് ഇങ്ങനെ നമ്മൾ നടക്കണോണ്ട് പൊതുവെ ഇത് ആര് കേൾക്കണം, ആരാണ് കേൾക്കാൻ പോകണമെന്ന് പോലും ചിലപ്പോൾ ചിന്തിക്കാറില്ല. ആദ്യത്തെ പാട്ട് ചെയ്തപ്പോൾ, അറബിക്കഥയിലെ പാട്ട് ചെയ്തപ്പോൾ പോലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. ആരാണ് കേൾക്കാൻ പോകുന്നത്, കേൾക്കണവന് ഇഷ്ടപ്പെടുമോ ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ല പലപ്പോഴും. എന്നാൽ എനിക്ക് ഇഷ്ടം ലൈറ്ററായിട്ട് ഫീൽ ചെയ്യുന്ന, എന്നാൽ സമീപിക്കുമ്പോൾ അത്ര ലൈറ്റർ അല്ലാത്ത പാട്ടുകളാണ് എനിക്ക് ചെയ്യാൻ ഇഷ്ടം. കേൾക്കുമ്പോൾ സിമ്പിളായിട്ടൊക്കെ ഫീൽ ചെയ്യും, സമീപിക്കുമ്പോൾ അത്ര സിമ്പിൾ അല്ലാതിരിക്കുകയും ചെയ്യുന്ന പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം എനിക്ക്. അതിലെന്തെങ്കിലും എലമെന്റ്സ് അങ്ങനെ ചേർക്കാറുണ്ടോ? അതായത് അത് ബോധപൂർവ്വം എലമെന്റ്സ് ആയിട്ട് ചേർക്കുന്നതല്ല, നമ്മൾ ചെയ്യുമ്പോൾ തോട്ട്ഫുൾ ആകുക എന്നുള്ളതാണ്. അത് ചെയ്യുന്ന പ്രോസസ്സ് എപ്പോഴും അത് നമ്മളിങ്ങനെ വരുന്ന ട്യൂൺ, നമ്മൾ മൂടുമ്പോൾ വരുന്ന ട്യൂൺ അങ്ങനെ ഞാൻ ചെയ്യാറില്ല പൊതുവെ. അതിങ്ങനെ സ്വരം നിങ്ങളിങ്ങനെ അടുക്കിപ്പെറുക്കി തന്നെ ചെയ്യുക. അപ്പോൾ അത് ചെയ്യുന്നതോടെ അത് പാടി നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ടൂ മച്ച് യൂഷ്വൽ ആകരുത്, പക്ഷെ യൂഷ്വലായിട്ട് ഫീൽ ചെയ്യണം. എന്നാൽ പാടി നോക്കുമ്പോൾ ഇതല്ലല്ലോ, ഞാൻ വിചാരിച്ച സംഗതി അല്ലല്ലോ ഇത് എന്ന് ചിന്തിക്കുന്ന സാധനങ്ങളില്ല. അപ്പോൾ സ്വരങ്ങളുടെ ഒരു പസിൽസ് പോലെ അങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് രാമൻ്റെ ഏതെന്തോട്ടത്തിലെ അകലിയൊരു കാടിൻ്റെയാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയ ഒരു പാട്ട്. അങ്ങനെ ഇതൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ. ആ കൂട്ടത്തിൽ ഏറ്റവും ലാസ്റ്റ് ഒന്ന് ആകാശമായവളെ വളരെ വിഷമിപ്പിക്കുന്ന ഒരു പാട്ടൊക്കെയാണ്. പക്ഷേ അത് ഏറ്റവും കൂടുതൽ ഇപ്പം എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറ്റുന്നത്, എൻ്റെ മോൻ 10 വയസ്സുള്ള മോൻ ആകാശമായവളെ അങ്ങനെ പാട്ടൊന്നും പാടുന്ന ഒരാളൊന്നുമല്ല, അത് പാടുന്ന കേൾക്കുന്നത് ഒരു കുട്ടി അത് പാടി വളരെ വൈറലായത് നമ്മൾ കണ്ടു. അപ്പോൾ ആ പാട്ട് എങ്ങനെയാണ് ഇത്രയും ജനറേഷൻസിനെയൊക്കെ ഒരുപോലെ സ്വാധീനിക്കണേ? അത് ഓരോ പാട്ടിനും ഈ പറഞ്ഞ പോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്പേസ് ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ കുട്ടിയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ചിലപ്പോൾ അതിൻ്റെ തീമോ ഒന്നും ആയിരിക്കില്ല. ചിലപ്പോൾ ആ വിളിയായിരിക്കും, ആകാശം, അവൾ, ആകാശമായവൾ എന്നൊക്കെ പറയുന്ന ഒരു 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 ഫിക്ഷണലായിട്ടുള്ളൊരു ഇതുണ്ടല്ലോ, അതൊക്കെ ആയിരിക്കും ആകർഷിക്കുന്നുണ്ടാവുക. ആകാശമൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ കുട്ടികൾക്കൊക്കെ. അപ്പോൾ അവൾ എന്ന് പറയുന്ന ഒരാളെ അഭിസംബോധന ചെയ്യുന്നു, പറന്നവൾ എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള ചിത്രകഥാരൂപത്തിലൊക്കെ ചിലപ്പോൾ കാണാം. നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയൊക്കെ അത് കണക്ട് ചെയ്യപ്പെടുക എന്നുള്ളത്. ഇമോഷണലി കണക്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ആ പാട്ടിനെ ഇമോഷണലി കണക്ട് ചെയ്യുന്ന. അത് കവിതയുടെ ഒരു നിതീഷിൻ്റെ വരികളുടെയും കൂടി ഒരു നിലവാരമാണ് ശരിക്കും അത്. പിന്നെ നമ്മൾ അങ്ങനെ ഒരുപാട് കോംപ്ലക്സ് ആയിട്ട് അത് ചെയ്തില്ല, ലൈറ്റായിട്ട് ആ പാട്ടിനെ നോക്കാതെ ചെയ്തു. അതൊക്കെ തന്നെയാണ് അതിൻ്റെ എനിക്ക് തോന്നുന്നത് സത്യത്തിൽ അതാണ്, വരിയെ ഒട്ടും നോവിച്ചിട്ടില്ല മ്യൂസിക്. അക്ഷരങ്ങളും മ്യൂസിക്കും കൂടി ഭയങ്കര പാവം പിടിച്ച് നിൽക്കണ പോലെ തോന്നിയത്. അതില് ആ പാട്ട് ഉണ്ടാക്കുമ്പോൾ ആലോചിച്ചിരുന്നു ഇതൊരു പക്ഷെ ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്യപ്പെടും ആ വരി കണ്ടപ്പോൾ തോന്നിയിരുന്നു? ഉറപ്പായിട്ടും തോന്നിയിരുന്നു. അത് ചെയ്തപ്പോൾ തോന്നി, ഉറപ്പായിട്ടും അത് ഇതാവും തോന്നി. ഷഹബാസ് എന്നെ പാടി കഴിഞ്ഞപ്പോൾ ഷഹബാസും പറഞ്ഞു, എടാ നന്നായിട്ടുണ്ട്, ഇനി നമുക്ക് ഇത് ആൾക്കാർക്ക് വിട്ടുകൊടുക്കാം, എന്താവും നോക്കാം എന്നൊക്കെ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ ആൾക്കാർ സ്വീകരിക്കാതിരിക്കാം, പക്ഷെ അവർക്ക് വിട്ടുകൊടുക്കാമെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സാധ്യത അതിൽ അദ്ദേഹം കണ്ടു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. ഡയറക്ടർക്ക് പ്രജേഷിനും അത് ഇഷ്ടപ്പെട്ടു ആ സമയത്ത്. അങ്ങനെ ചില പാട്ടുകൾക്ക് അങ്ങനെ ഒരു നമുക്ക് മനസ്സിലാവും അത് ഏതെങ്കിലും ഒരു ക്ലാസ്സിനെ രസകരമായിട്ട് കണക്ട് ചെയ്യുന്നു. അത് കൃത്യമായിട്ട് അങ്ങനത്തെ പാട്ടുകൾ ഇപ്പോൾ നമ്മൾ നേരത്തെ തുടക്കത്തിൽ അതിനെപ്പറ്റി പറഞ്ഞു. എന്നാലും ഇങ്ങനെയുള്ള പാട്ടുകൾ വിജയേട്ടനെ തന്നെ തേടി എത്തുന്നുണ്ടോ? അങ്ങനെ എത്തുന്നതാണോ? കാരണം വിജയേട്ടൻ ചെയ്ത പാട്ടുകളിൽ ഇപ്പം പെട്ടെന്നൊരു 10 മെലഡി സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഇന്നത്തെ സമയത്ത് ഓർക്കുന്നതിൽ അധികവും വിജയേട്ടൻ ചെയ്ത പാട്ടുകൾ. അത് കൃത്യമായി വിജയേട്ടനെ തേടി എത്തുന്നത് അല്ല, അത് എൻ്റെ പാട്ടുകളാണെന്ന് എനിക്ക് അത്രയ്ക്ക് ഉറപ്പില്ല. ചിലപ്പോൾ ആയിരിക്കും, അത്രേ ഉള്ളൂ. അത് പലപ്പോഴും അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ഇഷ്ടപ്പെടുന്ന ജോണർ, പിന്നെ നമുക്ക് ചിലപ്പോൾ ഒരു വ്യക്തിയെ അറിയാമെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ചില പാട്ടുകൾ ഒരു ഇതുണ്ടാവും.
ചിലർക്ക് എത്രയോ എൻ്റെ പാട്ടുകളെ വെറുക്കുന്ന എത്രയോ ആൾക്കാരുണ്ടെന്ന് എനിക്ക് സത്യം. തോന്നി. ഏം, അങ്ങനെ തോന്നി. അത് ചില കമൻറ്റുകളിലൊക്കെ എനിക്ക് തോന്നാൻ പറ്റിയിരുന്നു. നമ്മൾ അത്ര വെറുക്കപ്പെട്ടവൻ നമ്മൾ ഒരു പക്ഷേ വ്യക്തി എന്നുള്ള രീതിയിലും കൂടി എസ്റ്റിമേറ്റ് ചെയ്തിട്ടായിരിക്കും. പക്ഷെ അങ്ങനെ ഞാൻ കമൻറ്റുകൾ കണ്ടിട്ടുണ്ട്. നമുക്ക് ഇഷ്ടം അല്ലാത്തത് ഇയാളെന്തൊരു വെറുപ്പിക്കലാണെന്നുള്ളൊരു മട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് പല. അത് അതൊരു ഇത് തന്നെയാണ്. അത് നമ്മളെ പ്രതീക്ഷിക്കുക തന്നെ വേണം. തിരികെയൊക്കെ ആദ്യത്തെ അത്രയ്ക്ക് വളരെ സ്ലോ ആയിട്ടാണ് ആൾക്കാർ ഇഷ്ടപ്പെട്ടതെങ്കിലും ഒരുപാട് ഒരു ഇമോഷണലി അത് ചെയ്യുമ്പോൾ ഒരു കമൻറ്റ്, രസകരമായിട്ടുള്ളൊരു കമൻറ്റ് ഒരു പട്ടാളക്കാരൻ എഴുതിയതാണ്. ഇതിപ്പോൾ ഇങ്ങനെ എന്ത് പാട്ടാണ് എന്നുള്ള മട്ടിൽ. കാരണം ഇനിയിപ്പോൾ പുള്ളി അത് നാട്ടിൽ വരാൻ പറ്റാത്തതുകൊണ്ട് എഴുതിയതാണോ അറിയില്ല. ഇങ്ങനെയൊക്കെ ഒരു പാട്ടുണ്ടോ, വെറുതെ വളരെ പ്രിറ്റൻഷ്യസ് ആയിട്ടുള്ളൊരു പാട്ടായിട്ട് പുള്ളി അത് വായിച്ചു. പക്ഷെ എനിക്ക് രസകരമായിട്ട് തോന്നിയത് എല്ലാവരും ആഘോഷിക്കുമ്പോൾ അത് കൊള്ളാലോ. ശരിയാണ്, പ്രിറ്റൻഷ്യസ് തന്നെയാണല്ലോ. നമ്മളൊരു കാര്യത്തിന് അങ്ങ് ഏച്ചുകൂട്ടി അങ്ങ് ചെയ്യാണല്ലോ പാട്ട്. അപ്പം അങ്ങനെ ആലോചിക്കുമ്പോൾ ശരിയാണ്. എനിക്ക് ഒരു രസമുള്ളൊരു കമൻ്റായിട്ട് തോന്നി. പക്ഷെ എനിക്ക് അത് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു ശരിക്കും ആ കമൻറ്റ്. എനിക്ക് ഓർമ്മയുണ്ട്. പാട്ടൊക്കെ ചെയ്യുമ്പോൾ അങ്ങനത്തെ ആലോചന ഉണ്ടാവും, ഒരു പട്ടാളക്കാരൻ വരും. ഇല്ല, അങ്ങനെയില്ല. ഞാൻ നേരത്തെ പൊതുവെ ഒന്നും ആലോചിക്കാറില്ല. പാട്ട് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ചെയ്യുക എന്നുള്ള. അങ്ങനെയാണോ പൊതുവെ പാട്ടിനെ സമീപിക്കാറ്? ചെയ്യുക, നമുക്ക് പറ്റാവുന്ന രീതിയിൽ ഏറ്റവും നന്നായി ചെയ്യുക, അത് വിട്ടുകൊടുക്കുക, പിന്നെ അതിനെപ്പറ്റി ചെയ്ത് കുറച്ച് നാളത് കേൾക്കും, പിന്നെ ഞാനത് ഒരുപാട് കേൾക്കാറില്ല പൊതുവെ. അപ്പോൾ കുറച്ച് നാളത്തേക്കേ അത് കേൾക്കുള്ളൂ. അപ്പോൾ അത് കാരണം നമ്മൾ ഇത് മാസ്റ്റർ ചെയ്യണവരെയൊക്കെ നിരന്തരം ഇത് തന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അത് കഴിഞ്ഞിട്ടൊരു മടുപ്പ് വരും. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ അത് ആകസ്മികമായിട്ടൊക്കെ കേട്ടാലൊക്കെ ഉള്ളൂ. ഏറ്റവും ഫേവറേറ്റ്, അങ്ങനെ എല്ലാ പാട്ടുകളും ഫേവറേറ്റ് ആയിരിക്കും, എന്നാലും ചെയ്തതിൽ വെച്ച് ഇതെൻ്റെ ബെസ്റ്റ് അങ്ങനെ തോന്നുന്ന പാട്ടുണ്ടോ? ഏറ്റവും സന്തോഷം തോന്നിയ പാട്ട്? അത് ഒരുപാട് പാട്ടുകളുണ്ട്. സന്തോഷം തോന്നിയത് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ചില കോമ്പിനേഷനുകൾ വർക്കാകുമ്പോൾ സന്തോഷം തോന്നും. ചില വരികൾ ഇങ്ങനെ ഞെട്ടിക്കുന്ന രീതിയിൽ വരുമ്പോൾ സന്തോഷം തോന്നും. ചില വരികൾ ചില പാട്ടിലെ. അപ്പോൾ ആരെഴുതിയാലും റഫീഖൻ എഴുതിയാലും അങ്ങനെ വല്ല സന്തോഷം. ഇപ്പോൾ അകലെ ഒരു ഗാർഡിൻ്റെ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് എഴുതുന്നതാണത്. ചിലപ്പോഴേ പെട്ടെന്ന് എഴുതാണ്. പനച്ചൂരാൻ പണ്ട് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ സ്പോണ്ടേനിയസ് ആണ്. ചില കാര്യങ്ങൾ വരുമ്പോഴേക്കും അങ്ങനെ എഴുതിക്കോ എന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങ് പറയുമ്പോൾ വളരെ രസകരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ വരും. അത് ഇൻസ്പയർ ചെയ്യും. അങ്ങനെയുള്ള ഈ കോമ്പിനേഷൻസാണ് എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്നത്. നമ്മൾ ചെയ്തൊരു പാട്ട് ഇങ്ങനെ കോരിത്തരിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നതിനേക്കാൾ അത് ഉണ്ടായ സന്ദർഭങ്ങൾ, രസകരമായിട്ടുള്ള സന്ദർഭങ്ങളൊക്കെ ഇത് ചെയ്യാനാണ് എനിക്കിഷ്ടം. ഇതൊക്കെ എഴുതുമോ വിജയേട്ട എപ്പോഴെങ്കിലും? സാധ്യത വളരെ കുറവാണ്. ചിലപ്പോൾ എഴുതാവുന്നതുമാണ്. ഇപ്പോൾ കുറച്ചും കൂടി എല്ലാം സ്വതന്ത്ര ആവിഷ്കാരത്തിൻ്റെ സമയമാണല്ലോ. അപ്പോൾ വിജയേട്ടൻ ഇങ്ങനെ ആലോചിക്കാതെയോ ഒക്കെ ചെയ്തു വെച്ചൊരു സാധനത്തെ ആയിരിക്കുമ്പോൾ ഒരു പക്ഷേ ആലോചനയോടെയോ ആലോചന ഇല്ലാതെയോ വേറൊരാൾ റീക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പം തന്നെ ഏറ്റവും ഒടുവിൽ വിജയേട്ടനെ ഫേസ്ബുക്കിലുമൊക്കെ സജീവമായി കണ്ടത് കാന്താര എന്ന് പറയുന്ന ചിത്രവുമായി ബന്ധപ്പെട്ടൊരു ഒരു അഭിപ്രായ പ്രകടനമാണ് കണ്ടത്. അപ്പോൾ ഈ റീക്രിയേഷൻസ് വളരെ വളരെ കൂടി വരുന്ന ഒരു സമയത്ത് ഇതുണ്ടാക്കുന്ന ക്രിയേറ്ററുടെ ഈ സ്പേസ് ഉണ്ടല്ലോ, അത് നഷ്ടപ്പെടുമോ ഈ ഒരു റീക്രിയേഷൻസിൻ്റെ സമയത്ത്? അങ്ങനെ നഷ്ടപ്പെടുന്ന സമയത്ത് വേദന തോന്നുമോ? എനിക്ക് പേഴ്സണലി അങ്ങനെ വേദനയൊന്നും തോന്നില്ല. അതിപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ പിന്നെ കിടന്ന് പോകേണ്ടത് പോവും, അല്ലാതെ അത്രയേ ഉള്ളൂ. ചെയ്യാനുള്ളതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുക എന്നുള്ളതേ ഉള്ളൂ. മറ്റേത് ഇപ്പം റീക്രിയേഷൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ കലയിൽ റീക്രിയേഷൻസ് അല്ലെങ്കിൽ തന്നെ അടിസ്ഥാനപരമായിട്ട് മ്യൂസിക്കൊക്കെ റീക്രിയേഷൻസ് തന്നെയാണല്ലോ ഒരു പരിധി വരെ. പുതിയത് എന്നൊക്കെ പറയുന്ന ഒരു നാദം എന്ന് പറഞ്ഞാൽ പുതിയതല്ലല്ലോ, അത് ഓൾറെഡി ഉള്ളതാണല്ലോ. നമ്മളതിങ്ങനെ ചികഞ്ഞെടുക്കുകയാണ്. അതിൻ്റെ പ്രോബബിലിറ്റീസ്, പുതിയ സാധ്യതകൾ നമ്മൾ കൂട്ടിയിണക്കി പുതിയതാക്കുകയാണ് ചെയ്യുന്നത് ഓൾറെഡി ഉള്ള ഫ്രീക്വൻസികളെ. അപ്പോൾ റീക്രിയേഷൻസ് എന്ന് പറയുന്നത് അത് അഡ്രസ്സ് ചെയ്യാൻ പറ്റിയാൽ മതി. അതിപ്പോൾ കാന്താരയുടെ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ഇത് കേട്ട് ചെയ്തതല്ല, മറിച്ച് അത് രാഗത്തിൻ്റെ സാമ്യതയിൽ തോന്നിയതാണ് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് അത് നമുക്ക് ശരിയാണ്, അത് ആ പാട്ട് എന്നെ ഇൻസ്പയർ ചെയ്തു എന്ന് പറയുന്നതിൽ നമ്മൾ അത് ലജ്ജിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മളെ എന്തെങ്കിലുമൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ തോന്നിയതാണ് ആ ഒരു. പിന്നെ
തൈക്കൂടമൊക്കെ അങ്ങനെ പേഴ്സണലി നമുക്ക് ഇഷ്ടപ്പെട്ട പിള്ളേരായതുകൊണ്ടും അങ്ങനെ പെട്ടെന്ന് അങ്ങനെ എഴുതാൻ തോന്നി, അങ്ങനെ ചെയ്തതാണ്. ഈ അഭിപ്രായ പ്രകടനം വലിയ അപകടം പിടിച്ചൊരു സമയമാണ്. കാരണം അഭിപ്രായം പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ കൂടെയായി പോകും, അല്ലെങ്കിൽ അത് അഭിപ്രായം മാത്രമായിട്ട് പരിഗണിക്കപ്പെടില്ല എന്നുള്ളൊരു സാഹചര്യം ഉണ്ടോ? അതുണ്ടല്ലോ, ഉറപ്പായിട്ടും ഉണ്ട്. അത് വളരെ ക്രിയാത്മകമായിട്ടുള്ള ഒരു ചർച്ച ആയിരിക്കില്ലല്ലോ ഇപ്പം നടക്കണ്ടാവുക. അത് ഇപ്പം ഞാൻ ഈ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് തികച്ചും പൊളിറ്റിക്കൽ റിലീജിയസ് ആയിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്ന ഞാൻ കരുതിയതല്ല. അത് പാട്ടിനെ കുറിച്ചാണല്ലോ. പിന്നീടാണ് ഇത്തരം ഒരു ഫേസ് അതിനുണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം അത്തരം വളരെ എളുപ്പത്തിൽ നമ്മളിങ്ങനെ സെക്ടറൈസ് ചെയ്യാൻ പറ്റും ഇക്കാലത്ത്. അങ്ങനെ ഒരു ശ്രമം ഉണ്ടല്ലോ. അത് പിന്നെ നമുക്ക് ഒന്നും ചെയ്യാനുമില്ല. നമുക്ക് അത് വെച്ചിട്ട് അഭിപ്രായം പറയാതിരിക്കാനും പറ്റില്ല. എന്നാൽ അത് കുറച്ച് അപകടകരമായിട്ടുള്ള അവസ്ഥയുമാണ്. എന്നാൽ ഇനി അത് അവരോട് ഉപദേശിച്ച് മാറ്റാൻ പറ്റുമോ? കാരണം വളരെ നീചമായിട്ടുള്ളൊരു പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാരോട് ഒരു ഉപദേശം താല്പര്യമില്ലെന്നല്ലേ അർത്ഥം. അവർ ആദ്യം സ്വയം ഉപദേശിച്ചത് വേണോ വേണ്ടോ എന്നൊക്കെ കൃത്യമായി തീരുമാനിച്ചിട്ടായിരിക്കും ഇറങ്ങുക. നമ്മൾ വേറൊരാൾ പറഞ്ഞിട്ട് അവരെ, അപ്പം അതൊരു ഒരു ഒഴുക്ക് അങ്ങനെ പോകുന്നു. പിന്നെ ഇത് വളരെ അപകടകരം ആകാൻ സാധ്യതയുള്ളൊരു ചെറിയൊരു അതിർവരമ്പുണ്ട്. അത് വരുമ്പോൾ മാത്രമാണ് ഇത് ഒരു അപകടമാകുന്നത്. അതുവരെ ഇതൊരു രസകരമായിട്ടുള്ള ഡ്രാമ പോലെയൊക്കെ പോകാൻ സാധ്യതയുണ്ട്. എങ്ങനെ അതിനൊക്കെ കാണാറ്? ഒരു വിവാദമൊക്കെ വരുമ്പോൾ കൊള്ളാം വരട്ടെ. എനിക്ക് പൊതുവെ എന്നെ കുറ്റം പറയുന്നത് എനിക്ക് വലിയ ഇഷ്ടമില്ലാത്ത ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പൊ എന്ത് ചെയ്യും? കുറ്റം പറയുന്ന സാഹചര്യം ഇല്ലാണ്ടാക്കാൻ നോക്കുക. അത് സാഹചര്യം ഇല്ലാണ്ടാക്കുന്നല്ല, അത് ഇനി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുമ്പോൾ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് ഇടാം. ഇത് ആലോചിച്ചിട്ടാ ഇട്ടേ, അത് വേറെ കാര്യം. ഇനി കുറച്ചും കൂടി ആലോചിക്കാന്ന് വിചാരിക്കും. അപ്പോൾ അതായത് പരിക്കില്ലാണ്ട്, ഇതിന് വലിയ പരിക്കുണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തി ഇട്ടതായിരുന്നു ആക്ച്വലി. അല്ലല്ല, അങ്ങനെ ഇട്ടതല്ല, വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ഇട്ടതാണ്. ഇപ്പൊ എന്തോരം തീരുമാനിച്ചാലും നമ്മുടെ ഉള്ളിൽ കിടക്കണത് ഇങ്ങനെ ഇടയ്ക്ക് പുറത്തു വരും. ഒരു സിനിമയിൽ പറഞ്ഞ അറബിക്കഥയിൽ ഉള്ളിൽ കിടക്കണ ഫ്രോഡുകളൊക്കെ പുറത്തു വരും എന്ന് പറഞ്ഞ പോലെ ഇടയ്ക്ക് തികട്ടി വരും. അപ്പൊ പെട്ടെന്ന് ഈ വിവാദങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരിക്കലും ആഗ്രഹിച്ചിട്ടാവില്ല വരിക. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മ്യൂസിക് എന്ന് പറയുന്ന ആ സന്തോഷത്തെ പരമാവധി ആസ്വദിക്കാനൊക്കെ വേണ്ടിയാണ് KMF പോലെ ഒരു പ്ലാറ്റ്ഫോം കൊണ്ടുവരാൻ ശ്രമിച്ചത്. അത് അന്ന് വലിയ വിവാദമായി. അതോടുകൂടി അത്തരം ശ്രമങ്ങൾക്കുള്ളൊരു ധൈര്യം പോയിട്ടുണ്ടോ? ഇല്ലില്ല, അതൊന്നുമില്ല, ഒട്ടും പോയിട്ടില്ല. കാരണം മ്യൂസിക്കല്ലേ, മ്യൂസിക്കിന് ചെയ്യാനുള്ള ധൈര്യം പോയി കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് നമുക്ക് ഒരു തരത്തിലും ധൈര്യമില്ലെന്നല്ലേ അർത്ഥം. മ്യൂസിക് പെർഫോം ചെയ്യാനോ അത് കോർഡിനേറ്റ് ചെയ്യാനോ നമുക്ക് ധൈര്യമില്ലെങ്കിൽ നമ്മൾ പിന്നെ അത് ഇവിടെ അങ്ങനെ എക്സിസ്റ്റ് ചെയ്യേണ്ട തന്നെ കാര്യമില്ലെന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ കോവിഡാണ് നമ്മളെ ശരിക്കും പറ്റിച്ചു കളഞ്ഞത്. 2 വർഷം നമ്മുടെ അപഹരിച്ചു. 2020 കഴിഞ്ഞിട്ട് പിന്നെ 2 വർഷം നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. അത് നമുക്ക് ചെയ്യാൻ തീർച്ചയായിട്ടും അത്തരം ഒരു സ്ട്രെച്ച് നമ്മളുടെ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യേണ്ടി വന്നു. മറ്റൊരു ആലോചനകൾക്ക് ഇതില്ലാതെ നമുക്ക് കൃത്യമായി ഫണ്ട് ഇല്ലാതെ നമുക്ക് പരിപാടി ചെയ്യണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്തു. നമുക്ക് ചെയ്യാനുള്ള ഫണ്ട് വേണമല്ലോ. അപ്പോൾ ആ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ കോവിഡ് വന്നു. പിന്നെ കോവിഡിൻ്റെ ഇടയ്ക്കാണ് പറ എന്ന് പറഞ്ഞ ഫെസ്റ്റിവൽ, ഹിപ്പ് ഹോപ്പ് ഫെസ്റ്റിവൽ ചെയ്തത്. അതിനുശേഷം ഇനി കൂടുതൽ അപ്പോഴത്തേക്കും ഇപ്പോൾ നമ്മളുടെ മെയിനായിട്ടുള്ള ആൾക്കാർക്കൊക്കെ പ്രൊജക്ട്സും പലർക്കും പെർഫോമൻസ് തിരക്കുകളും ഒക്കെ ഇങ്ങനെ വരുന്നുണ്ടല്ലോ. എല്ലാവരും തിരക്കുള്ള ആൾക്കാരുമാണ്. അപ്പോൾ അതിനിടയ്ക്ക് സ്ഥലം കിട്ടുമ്പോഴാണ് ഇത് ചെയ്യേണ്ടത്. ഇപ്പോൾ ചെയ്യാൻ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. അത് ചെയ്യും, ഉറപ്പായിട്ടും. ശരിക്കും പറഞ്ഞപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിൽ നമ്മളൊരു സീസൺ മുഴുവൻ മ്യൂസിക്കിന് ഡെഡിക്കേറ്റ് ചെയ്യണം. മാർഗഴി സീസൺ ഉണ്ട്, അല്ലെങ്കിൽ എല്ലായിടത്തും അങ്ങനെയുണ്ട്. മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഇത്രയും മ്യൂസിക്കിനോട് ആഭിമുഖ്യമുള്ള ആൾക്കാരുണ്ടായിട്ടും, അല്ലെങ്കിൽ മ്യൂസിക് ഇത്രയും ആഘോഷിക്കുന്ന ഒരു സ്ഥലമായിട്ടും അങ്ങനെ ഒരു സ്പേസോ അങ്ങനെ ഒരു സീസണോ ഒന്നും ഇല്ലാണ്ടായത് എന്തുകൊണ്ടായിരിക്കും? അത് ഒരു ട്രഡീഷനാണല്ലോ ശരിക്കും. ഇപ്പോൾ നവരാത്രി ഇതുണ്ട്, ഫെസ്റ്റിവൽ ഉണ്ട്. തിരുവനന്തപുരത്ത് നവരാത്രി മണ്ഡപത്തിലുണ്ട്. അങ്ങനെയുള്ള ഫെസ്റ്റിവൽസ് ഒക്കെ ഉണ്ട്. ഇവിടെ ആണെങ്കിൽ പല ക്ഷേത്രങ്ങളിലുമൊക്കെ നല്ല ക്ലാസിക്കൽ കൺസേർട്സ് ഒക്കെ സംഭവിക്കാറുണ്ട്. പക്ഷെ ഒരു കോമൺ സ്പേസിൽ ഒരു ഫെസ്റ്റിവൽ വേണ്ടതാണ് ശരിക്കും, മ്യൂസിക് ഫെസ്റ്റിവൽ. അത് തന്നെയാണ് നമ്മളുടെ ആഗ്രഹം ഉണ്ടായിരുന്നത്. ലോക സംഗീതത്തെ നമ്മളുടെ നാടിന് പരിചയപ്പെടുത്തുന്ന രീതി. ഈവൻ ലോക് സംഗീതമുണ്ട്, ദേശീയ സംഗീതമുണ്ട്, പല സ്ഥലത്തെ ലോകത്തെ എമ്പാടുമുള്ള അങ്ങനെയുള്ള സംഗീതം, കൺട്രി
മ്യൂസിക് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് അനുഭവം ഉണ്ടാക്കുക, അനുഭവിപ്പിക്കുന്നത് വഴി നമ്മൾ ഒരു ഫെസ്റ്റിവലിൻ്റെ നഗരം എന്ന് പറയുന്നത് അത് നമ്മളുടെ പെർസെപ്ഷൻസിനൊക്കെ മാറ്റും, നമ്മളെ കൂടുതൽ കമ്പാഷനേറ്റ് ആക്കും എന്നെനിക്ക് തോന്നുന്നു ഒരു ജനതയെ തന്നെ. ഇപ്പോൾ ഒരു ഫിലിം ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ ഒരു ഉണർവില്ലേ, അല്ലെങ്കിൽ ബിനാലെ വരുമ്പോൾ ബിനാലെ വളരെ എന്താ പറയുക, ഒരുപാട് വലിയ മാസിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒന്നല്ല, എന്നിട്ട് പോലും അതുണ്ടാക്കുന്നൊരു നഗരത്തിൻ്റെ ചലനം നമുക്ക് കണ്ടറിയാലോ. അതുപോലെ അതിൻ്റെ എത്രയോ ഇരട്ടി വൈബായിരിക്കും ശരിക്കും മ്യൂസിക് ഫെസ്റ്റിവലിന് ഉണ്ടാകുക. അത് ഒരു നഗരം തന്നെ സംഗീതത്തിന് വേണ്ടി അതൊരു വലിയ കാര്യമാണ്. അങ്ങനെയുള്ള എല്ലാ നഗരങ്ങളിലും അതിൻ്റെ ഒരു പ്രതിഫലനം കാണാൻ പറ്റും. വ്യക്തിപരമായി നോക്കിയാൽ ഇപ്പം വിജയേട്ടനെ പോലെ ഒരാൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ സർക്കിളിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അവർക്ക് ഇത്തരം ഫെസ്റ്റിവലൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ പോകുമ്പോഴാണ് ഇത്തരം എന്താ പറയുക ദുരനുഭവങ്ങൾ ഉണ്ടാവുന്നത്. അത് വ്യക്തി എന്നുള്ള നിലയിൽ അന്ന് നല്ലോണം എഫക്റ്റ് ചെയ്തിരുന്നു. സ്ട്രെസ്സ് ഉണ്ടായിരുന്നു. അല്ലാതെ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഈ ഇത്തരം ചോദ്യം ചെയ്യലുകളൊക്കെ ഉണ്ടായിരുന്നു എല്ലാ സമയത്തും ഇവരുടെ. അപ്പോൾ അത്തരം നമ്മൾക്ക് സമയമില്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെയുള്ള കുറേ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കൂടുതൽ സമയം നമ്മളുടെ കണ്ടെത്തേണ്ടി വരുമല്ലോ. അപ്പോൾ അത് നമുക്ക് ഒട്ടും ആവശ്യമില്ലാത്തതാണ്. അത് മാത്രമല്ല, ആർക്കാണ് ഈ ലോകത്ത് ആവശ്യം അതിൻ്റെ എന്ന് തോന്നിപ്പോകുന്ന ഇതുകളാണ്. അല്ലാതെ വ്യക്തിപരമായി മടുപ്പോ അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. ഇപ്പോൾ ആഷിഖ് പറഞ്ഞു, ബിജി ഇത് നമ്മളുടെ കോളേജ് ഇലക്ഷനിലൊക്കെ നിന്ന ആ സമയത്ത് ഓർത്താൽ മതി, അങ്ങനെ ഒരു ത്രില്ലിൽ നമുക്ക് കണ്ടാൽ മതി എന്ന് പറഞ്ഞ് ആ സമയത്ത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഈ നമുക്ക് സമയം ഇല്ലെന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. 24 മണിക്കൂറല്ലേ ഉള്ളൂ ഒരു ദിവസം. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്യാവുന്നൊരു പരിധി ഉണ്ടല്ലോ. ഈ മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ഉന്നതിയായിരുന്നു സമയം. അതാണ് വിഷയം. അത് ഏറ്റവും പ്രതീക്ഷയോടെ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിനെയും അങ്ങനെ ഒരു സമയത്തൊക്കെ ഏറ്റവും പ്രതീക്ഷയോടെ നോക്കിയിരുന്നത് ഇപ്പോഴത്തെ യങ് ജനറേഷനായിരുന്നു. ഇപ്പം ദേവൻ ഉൾപ്പെടെയുള്ള കുട്ടികളൊക്കെ പുതിയ ഒരു ലോകം അവരുടെ മുന്നിലുണ്ട്. ഇന്റർനെറ്റ് തുറന്നു കൊടുക്കുന്ന ഒരു വിശാലമായ ലോകമുണ്ട്. ഒരു അച്ഛൻ എന്ന നിലയ്ക്കും അല്ലെങ്കിൽ ഈ അടുത്ത ജനറേഷൻ അടുത്ത് നിന്ന് കാണുന്ന ഒരാളെന്ന നിലയ്ക്കും ഈ പുതിയ കുട്ടികളുടെ സംഗീത ശീലങ്ങളൊക്കെ എങ്ങനെയാണ് വിജയേട്ടൻ നോക്കുന്നത്? സംഗീതത്ത് അങ്ങനെ ഒരു എന്തൂസിയാസുകളുടെ സംഗീത വീക്ഷണം വളരെ രസകരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവർക്ക് ലിമിറ്റുകളില്ലല്ലോ. ഇപ്പം എനിക്ക് ഈ റൂൾസ് ബ്രേക്ക് ചെയ്യണവരെ എനിക്കിഷ്ടമാണ് ബേസിക്കലി. പക്ഷേ ഞാൻ റൂൾസ് ബ്രേക്ക് ചെയ്യാൻ അത്ര കേപ്പബിൾ ആയിട്ടുള്ള ആളുമല്ല. അപ്പോൾ അങ്ങനെയുള്ളവരോട് എനിക്ക് ഇഷ്ടമാണ്. വളരെ ജെനുവിനും കുറച്ചും കൂടി ഒരു ദൂരവ്യാപകമായിട്ട് എന്താ പറയുക, ഒരു ഓതൻറ്റിസിറ്റി വേണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വെറുതെ റൂൾസ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതല്ല. പക്ഷെ അതിനെ കൊണ്ടുവരുന്നതിന് കുറച്ച് വ്യാപ്തി വേണം. അവന് അത്യാവശ്യം ഇത് വേണം, പദ്ധതി തന്നെ വേണമല്ലോ അവന് ഇത് ബ്രേക്ക് ചെയ്യാനൊക്കെ. ആ ഒരു പക്വത കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടമാണ് എനിക്ക്. അത് പുതിയ കുട്ടികളിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്. കാരണം അവർ കേൾവി വളരെ വലുതാണ്. ഈവൻ അവർ ആശ്ചര്യപ്പെടാറുണ്ട് പലപ്പോഴും. ഇപ്പോൾ ദേവനെയൊക്കെ നിരീക്ഷിക്കുമ്പോൾ ഇപ്പോൾ ചില പെർഫോമൻസ് കാണുമ്പോൾ നമ്മൾ ഈ TV സ്ക്രീനിൽ കാണുന്ന പോലെ ഞാൻ എൻ്റെ മുഖത്ത് ഇടയ്ക്ക് നോക്കും. അപ്പോൾ ഇങ്ങനെ വികലമായിട്ട് മുഖമൊക്കെ പിടിച്ച് ആസ്വദിക്കുന്നത് കാണാം. അത് അത്രയ്ക്ക് കൂരിത്തരിപ്പോടെ കാണുന്നത് കാണാം. അത് ഈവൻ നമ്മളെ ഇന്ത്യൻ ക്ലാസിക്കൽ സംഗീതമാണെങ്കിലും വെസ്റ്റേൺ അങ്ങനെയുള്ള പരിപാടിയാണെങ്കിലും ഈവൻ വളരെ മറ്റ് ജോണേഴ്സൊക്കെ ആണെങ്കിൽ കേൾക്കുമ്പോൾ ഉള്ളൊരു ആശ്ചര്യം വളരെ വലുതാണ്. അവൻ്റെ പ്രായത്തിലുള്ള ഒരുപാട് കുട്ടികളുമായിട്ട് ഞാൻ ഇൻട്രാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ഗിറ്റാർ വായിക്കുന്ന അനുരാഗ് എത്ര ഇതാണ്, അവൻ ഒരുപാട് വർക്ക് ചെയ്യാണ് കുട്ടികളെ പെർഫോം ചെയ്യാനൊക്കെ ആയിട്ട്. നല്ലൊരു എക്സൈറ്റിങ് കാഴ്ചയാണ് കുട്ടികളുടെ. എനിക്കെപ്പോഴും ചോദിക്കാൻ തോന്നിയിട്ടുള്ളത് ഈ ബുദ്ധിസ്റ്റ് കൺസെപ്റ്റൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടോ? എപ്പോഴും ഞാനിങ്ങനെ പറയും ഒരു അവധൂതനെ പോലെയാണ് വിജയേട്ടനെ കാണുമ്പോൾ തോന്നാതൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ പറയാറുണ്ട്. ഓവറാന്ന് ഞാൻ കുറച്ച് കുറയ്ക്കാം. എന്നാലും അത്തരം കാഴ്ചപ്പാടുകളോ അല്ലെങ്കിൽ ചിന്തകളൊക്കെ സ്വാധീനിച്ചു? എല്ലാ ചിന്തകളും എന്നെ സ്വാധീനിക്കാറുള്ളൊരു ആളാണ് ഞാൻ. ഒന്നിനോടും മുഖം തിരിച്ച് നിൽക്കാറില്ല. ഇവൻ എല്ലാ കാര്യങ്ങളോടും അതിൻ്റെ രസകരമായിട്ടുള്ള കാര്യങ്ങൾ ഇത് ചെയ്യാൻ, എന്നിട്ട് വളരെ ഡീപ്പായിട്ട് ഒന്നിലും പോയി ചെന്ന് പെടാറുമില്ല. എല്ലാം കേൾക്കാനൊക്കെ ഇഷ്ടമാണ്. ഒരേ സമയം ദൈവവാദികളെയും ഒരേ സമയം നിരീശ്വരവാദി യുക്തിവാദികളെയും കേൾക്കാൻ ഇഷ്ടമാണ്. എല്ലാത്തിനെയും അങ്ങനത്തെ എല്ലാം ഇതുകളാണല്ലോ, ആൾക്കാരുണ്ടാക്കിയതാണല്ലോ എല്ലാ സങ്കല്പങ്ങളും.
എല്ലാ സങ്കല്പങ്ങളും ആൾക്കാർ മനുഷ്യർ ക്രിയേറ്റ് ചെയ്തതാണല്ലോ, മനുഷ്യന് വേണ്ടി അവരുടെ ആലോചനകളാണല്ലോ. അതിൻ്റെ ഒരു വലിപ്പവും എന്തു വേണേ ആലോചിക്കാമല്ലോ ആലോചിക്കുമ്പോൾ. ദൈവങ്ങളെ കുറിച്ചൊക്കെ ആലോചിക്കുന്നത് അത്ര വൈൽഡായിട്ടല്ലേ ആലോചിക്കുന്നത്. നമ്മൾ ഈ മറ്റേ അവതാറും അതൊക്കെ കാണുന്ന പോലെയാണ് എനിക്ക് ഈ പുരാണങ്ങളെ കാണുമ്പോൾ തോന്നുക. അല്ല മറ്റേ അവതാർ അല്ലെങ്കിൽ മറ്റേ എന്താണ് മാർവൽ സീരീസിലെ സിനിമകളൊക്കെ അതേപോലെ തന്നെ ഒരു നമുക്കറിയാത്തൊരു ലോകത്തെ പറ്റി നമ്മൾ എന്തൊക്കെ കൺസെപ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എത്രയോ അതും എസ്തെറ്റിക്കലി ബ്യൂട്ടിഫുൾ ആണ്. പലതും രസകരമായിട്ടുള്ള കാവ്യങ്ങൾ ഉണ്ടാകുന്നു അതിൽ നിന്നൊക്കെ, ഇവരെയൊക്കെ വർണ്ണിച്ചുകൊണ്ട് ഭയങ്കര രസകരമായിട്ടുള്ള പോയട്രികൾ. അപ്പം അത് ആൾക്കാർ വളരെ ഇതായിട്ട് ആലോചിക്കുന്നതിൻ്റെ ഒരു സൂചനയാണല്ലോ. എനിക്ക് ഇഷ്ടമാണത്. അത് എവിടെയെങ്കിലും അങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടോ? ഞാൻ ചോദിക്കണേ, ഇപ്പോൾ ജീവിതത്തിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വരുന്ന ഒരു വലിയ ആഘാതത്തിൽ നിന്നൊക്കെ മുന്നോട്ട് പോകാൻ, ഇപ്പം ഞാൻ ഒരുപാട് പേർക്ക് വേണ്ടി അത് ചോദിക്കുന്നത്. ഒരുപാട് പേരുണ്ടാവും ഒരു പോയിന്റിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ വരുന്ന ഒരു സംഭവത്തിൽ അല്ലെങ്കിൽ ഒരു വേദനയിലൊക്കെ സ്റ്റക്കായി പോയി നിൽക്കുന്ന മനുഷ്യന്മാരുണ്ടാവും. അവിടുന്ന് മുന്നോട്ട് പോകാനും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനൊക്കെ പറ്റുന്ന വിധത്തിൽ മാറി വരാനും ഒക്കെ ഇത്തരം കാഴ്ചപ്പാടുകളൊക്കെ സഹായിച്ചിട്ടുണ്ടോ? ഇല്ല, എനിക്ക് ആഘാതത്തിൽ നിന്നൊന്നും രക്ഷപ്പെടണം എനിക്ക് ആഗ്രഹമുള്ള ഒരാളല്ലേ. ആഘാതം വരികയാണെങ്കിൽ അത് നമ്മുടെ കൂടെ തോളത്ത് കയറ്റി നമ്മളങ്ങ് കൂടുക എന്നുള്ളൂ. നമ്മൾ ഒന്നിൽ നമുക്ക് അങ്ങനെ വിട്ടുപോകാൻ യാതൊരു താല്പര്യമില്ല. എനിക്ക് എൻ്റെ സങ്കടങ്ങളൊക്കെ എൻ്റെ സന്തോഷം തന്നെയാണ്. എൻ്റെ ഞാൻ കരയുന്നുണ്ടെങ്കിലും വളരെ സന്തോഷിച്ച് കരയുകയാണ്. അങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നത്. അല്ല അതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്കങ്ങനെ ഒന്നും പരിപാടി ഇല്ല. അത് ഇൻക്ലൂസീവായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമ്മളെ സെറ്റിങ്സ് ചെയ്യാണല്ലോ മുന്നോട്ട് പോകാൻ, നമ്മളെ തന്നെ സെറ്റ് ചെയ്യുന്നൊരു പരിപാടിയാണ്. അല്ലാതെ മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് നമ്മൾ ഒന്നിനും നമുക്ക് അങ്ങ് വിട്ടൊന്നും പോരാൻ പറ്റില്ല. പിന്നെ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ള എൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. അത് അങ്ങനെയാണല്ലോ, ഒരു മനുഷ്യൻ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ള എൻ്റെ ഉത്തരവാദിത്വമാണ്. അത് നമ്മളുടെ ആവശ്യം എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മളുടെ ഹാപ്പിനെസ് കണ്ടിട്ട് ഹാപ്പി ആകാൻ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ അത് ഉറപ്പായിട്ട് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അത് ഇതൊക്കെ വച്ചിട്ട് തന്നെയാണ് ഹാപ്പി ആകുന്നത്. എളുപ്പമാണോ അത്? അത് ഓരോരുത്തരുടെ ഓരോ രീതിയാണല്ലോ, ഓരോ പഠനങ്ങളാണല്ലോ. എളുപ്പം ഒരുവന് എളുപ്പമുള്ള മറ്റവന് എളുപ്പമാണോന്ന് നിർബന്ധമില്ല. പക്ഷെ അത് ഡിസൈൻ, എനിക്കിതൊക്കെ സെറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്. ഒരു നിശ്ചിത ഒരു നമ്മളുടെ ഒരു വേൾഡ് സെറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്. അതിൽ അങ്ങനെ ജീവിക്കുക എന്ന് പറയുന്നൊരു സാധനം ഇഷ്ടമാണ്. സങ്കടപ്പെടുത്തുന്ന കാര്യത്തെ നമ്മൾ നോക്കിക്കാണുന്ന രീതിയല്ലേ അത്. നമ്മൾ ആഘാതം, സങ്കടം എന്ന് പറയുന്ന നോക്കിക്കാണുന്ന രീതി മാത്രമാണ്. അതിനെ എപ്പോൾ വേണമെങ്കിലും അത് സന്തോഷകരമാക്കുകയും ചെയ്യാം എന്ന് എനിക്ക് തോന്നുന്നു. വെർച്വലി എല്ലാം നമ്മൾ വെർച്വലായിട്ട് നമുക്ക് സൃഷ്ടിക്കുകയല്ലേ ലോകം. ഇപ്പോൾ വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്ന ഇതുകൾ വരുന്നില്ലേ, നമ്മൾ വെർച്വലി ലോകം ക്രിയേറ്റ് ചെയ്ത് അതിൽ നമ്മൾ ഇരിക്കുന്നു അല്ലേ. അങ്ങനെയൊക്കെ ഉള്ളൊരു മെറ്റാവേഴ്സിൻ്റെ കാലമാണ്. അപ്പോൾ നമുക്കത് സൃഷ്ടിക്കാവുന്നേ ഉള്ളൂ. നമ്മളുടെ ലോകം നമുക്ക് സൃഷ്ടിക്കാവുന്നേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് അതിൽ സന്തോഷമായിട്ടിരിക്കുകയല്ല. അങ്ങനെ ഒരു വേഴ്സ് ഉണ്ടോ? ഇപ്പോൾ ഒരു ലോകം എനിക്കുണ്ട്, ഉറപ്പായിട്ടുണ്ട്, എനിക്കുണ്ട്. അത് ഈ നമ്മൾ അതുവരെയും നമ്മൾ സൃഷ്ടിക്കാതെ നമുക്കൊരു ലോകം, അതുവരെ ഞാൻ ഉദ്ദേശിച്ചത് ഒരു പീരീഡ് വരെ. പിന്നെ നമ്മൾക്ക് സൃഷ്ടിക്കേണ്ട ഒരു അവസ്ഥ വരുവാണ് ഈ ലോകം. നമുക്ക് സൃഷ്ടിക്കേണ്ട അവസ്ഥ വരികയും നേരത്തെ പോലെ വളരെ രസകരമായിട്ട് ജീവിക്കുകയും ചെയ്യേണ്ടി വരുമല്ലോ. ഉറപ്പായിട്ടും ഉണ്ട്. എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു ഇതുണ്ട്, ഒരു ചെറിയൊരു ഇതുണ്ട്. ഒരുപക്ഷെ ഒരുപാട് പേരുണ്ടാവും ഇത് കാണുന്നവർ, ഇതേ ഘട്ടത്തിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ളവർ. ചിലർ വീണുപോകും, ചിലർ അവിടുന്ന് പതുക്കെ എണീക്കാൻ നോക്കും, ചിലർ വേഗത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ടാവും. അവരോടൊക്കെ വിജയേട്ടൻ എന്താ പറയാനുള്ളത്? അല്ല, അവരോടൊന്നും എനിക്ക് പറയാനില്ല. ഇതെൻ്റെ വളരെ സ്വകാര്യവും സ്വാർത്ഥവുമായിട്ടുള്ള ഡിസൈൻ. അത് ഓരോരുത്തരും അവരവർ സൃഷ്ടിക്കേണ്ടതാണത്. പലപ്പോഴും ഞാൻ പല വേദികളും ചെല്ലുമ്പോൾ വളരെ എന്താ പറയുക, സിമ്പത്തറ്റിക്കായിട്ടൊക്കെ സംസാരിക്കാറുണ്ട്. പലപ്പോഴും എൻ്റെ വിലാസം തന്നെ ഇതാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ വിലാസം അതല്ല, ഒരിക്കലും അല്ല അത്. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സൃഷ്ടിക്കപ്പെട്ട ലോകത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ആ ലോകമില്ലെങ്കിൽ ഞാനില്ല എന്നുള്ളതാണ് സത്യം. അത് ഓരോരുത്തരും ഓരോ രീതിയല്ലേ. ചിലർ കേട്ട് കഴിഞ്ഞാൽ ഇവന് ചെറിയൊരു എന്തെന്തോന്നു പറയും. അതങ്ങനെ
അവരുടെ സ്വകാര്യമായിട്ടുള്ളൊരു ഒരു ഇതാണല്ലോ, എല്ലാവർക്കും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടോയെന്നറിയില്ല. പക്ഷെ അങ്ങനെ കൽപ്പനകളാണല്ലോ ലോകത്ത് ഉള്ളത്. കൽപ്പനകളിലൂടെ നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളൂ. അല്ലാതെ ഈവൻ സയൻസ് പോലും ഒരു ഹൈപ്പോത്തസിസ് ഒരു കൽപ്പനയല്ലേ. കൽപ്പനകളിലൂടെ തന്നെ നമുക്ക് പോയിട്ടുള്ളൂ. അത് നമ്മൾക്ക് ചിന്തിച്ചു കൂട്ടാമല്ലോ. അങ്ങനെ ചിന്തകൾ പിന്നെ എന്തിനാ, നമുക്ക് രസകരമായിട്ടൊരു ഇത് ക്രിയേറ്റ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അത് എനിക്ക് ചിന്തിക്കാൻ ഇഷ്ടമാണ് പണ്ട് തൊട്ടേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് വളരെ നമുക്ക് അനുകൂലമായിട്ട് ചിന്തകൾ ഉണ്ടാകുന്നു. അത് വേറൊരാൾക്ക് പറ്റുമോ എന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല, കുറവായിരിക്കും. പക്ഷെ വേറൊരാൾ വളരെ രസകരമായിട്ട് വേറൊരു തരത്തിൽ വളരെ അതിഭൗതികമായിട്ട് ഇതിനെയൊക്കെ തരണം ചെയ്യാറുണ്ട് അല്ലേ. അവരെയും നമുക്ക് അങ്ങനെ കാണാമല്ലോ. അത് വേറൊരു ഡിസൈൻ. വേറൊരു ഡിസൈൻ. നമ്മൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് എന്നുള്ളതാണല്ലോ. എൻ്റെ ഡിസൈൻ കുറച്ച് ഒരു ഇച്ചിരി പണിയുള്ളതാണെന്ന് തോന്നുന്നു. ബുദ്ധിമുട്ടുണ്ടാക്കിയ ഡിസൈനല്ല. അതെ. ഇനിയിപ്പോൾ മ്യൂസിക്കിൽ ഈ ഒരു നമുക്കൊരു 15 വർഷമൊക്കെ വേണമെങ്കിൽ ഒരു ബെഞ്ച് മാർക്കൊക്കെ ആയിട്ട് പറയാം. കാരണം മലയാള സിനിമ വലിയ ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നുപോയ 15 വർഷമാണ്. നമ്മൾ ആലോചിക്കുമ്പോൾ ഏറ്റവും വലിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി മുന്നോട്ട് വിജയേട്ടനെ എങ്ങനെ ഡിസൈൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, സിനിമ മാത്രമല്ല മ്യൂസിക്, അല്ല സിനിമകളും മാറിയിട്ടുണ്ടെന്ന് നമ്മൾ രസകരമായിട്ട് പറയുമ്പോൾ നമ്മളും ചെറുതായിട്ടും മാറിക്കൊണ്ടിരിക്കുക. എവിടെ നിന്ന് സിനിമയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് പുതിയ കുട്ടികളൊക്കെ വരണ്ടല്ലോ രസകരമായിട്ട് ചെയ്യുന്ന ഒക്കെ. അപ്പോൾ കുറച്ച് സീരിയസ് ആയിട്ടൊക്കെ ആലോചിക്കണവരൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആണ് വരുന്നത്. നമ്മളുടെ ഒരു ഇപ്പോഴത്തെ പ്രോജക്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കോവിഡ് ആനന്തര പ്രൊജക്റ്റുകൾ അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ സിനിമ കൊണ്ട് മാത്രം എനിക്ക് ഇഷ്ടമാണ്, അല്ലാതെയും ചിന്തിക്കാൻ മ്യൂസിക്കിനെ കുറിച്ച് ചില പ്രോജക്റ്റുകൾ ഉണ്ടാക്കാൻ ഇഷ്ടമാണ്. യൂണീക്കായിട്ടുള്ള കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ, മേ ബി ക്ലാസിക്കൽ അല്ലെങ്കിൽ ആ ഒരു ലെവലിലൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കുറച്ച്. ഇപ്പം എന്തായാലും ആഗ്രഹങ്ങളൊക്കെ വളരെ വളരെ നന്നായി മുന്നോട്ട് പോട്ടെ. ഈ പറഞ്ഞ പോലെ എപ്പോഴും സെൽഫ് ഡിസൈനുമായിട്ട് വിജിപാൽ എന്ന മ്യൂസീഷ്യനെ കണ്ടുകൊണ്ടിരിക്കാൻ ഞങ്ങൾക്കൊക്കെ ഭാഗ്യം ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച് വിജയ്.